മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ദിവസത്തിൽ ഷഹീദായ സർവ്വ മഹത്തുക്കൾക്കും മഹാന്മാർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഓതുന്ന യാസീൻ ഹദിയ ചെയ്യാൻ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നിയ്യത്ത് ചെയ്യാം. ഇറാഖിലെ കർബലയിൽ വെച്ച് ഷഹീദാക്കപ്പെട്ടതായ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവിടുത്തെ ഖബർ ഷരീഫ് നേർക്ക് നേരെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ശരീരം മറവട്ട് കിടക്കുന്നത് കർബല ഭൂമിയിലാണ്. തല മറവാടപ്പെട്ടിട്ടുള്ളത് അവിടെ തന്നെയാണെന്നും അഭിപ്രായമുണ്ട്. അതല്ല, അസ്കലാനിലേക്ക് കൊണ്ടുവന്നു, പലസ്തീനിലെ അസ്കലാനിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ഈജിപ്ത് അന്ന് ഭരിച്ചിരുന്ന ബദറുദ്ദീൻ ജമാലി റളിയല്ലാഹു അൻഹു മഹത്തുക്കളുടെ നേതൃത്വത്തിൽ അവിടെ ചെല്ലുകയും അന്ന് ഭരിച്ചിരുന്നതാകുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് അത് കൈവശപ്പെടുത്തുകയും അങ്ങനെ ഈജിപ്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് മറവാടപ്പെടുകയും ചെയ്തു എന്ന ചരിത്രമുണ്ട്. ജാമിഉൽ ഹുസൈൻ എന്ന പേരിൽ ഈജിപ്തിൽ വലിയൊരു പള്ളി തന്നെയുണ്ട്. നിങ്ങൾ പലസ്തീനിൽ സന്ദർശിക്കുമ്പോൾ അതിൽപ്പെട്ടതാണ് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തുള്ള സന്ദർശനം. നമ്മുടെ പലസ്തീൻ യാത്രയിൽ സഹോദര സഹോദരിമാർ ആ പള്ളി കാണുകയും അവിടെ സിയാറത്ത് ചെയ്യുകയും ചെയ്തു. ആ ജാമിഉൽ ഹുസൈന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ടവരുടെ ശിരസ്, അവിടുത്തെ തല കൊണ്ടുവന്ന് അടക്കം ചെയ്തു എന്നും ചരിത്രം രേഖപ്പെടുന്നു. അതല്ല, മറ്റൊരു അഭിപ്രായത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ തല തന്നെ നേരെ കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീൽ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ജന്നത്തുൽ ബഖീൽ ബഹുമാനപ്പെട്ടതാകുന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെ പവിത്രമായ ശിരസ് കൊണ്ടുവന്ന് ഉമ്മയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അൽ ബിദായത്തു വൻ നിഹായ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതുമായിക്കോട്ടെ, ബഹുമാനപ്പെട്ടവരെ അതിക്രൂരമായ നിലയിൽ ശത്രുക്കൾ വധിച്ചു കളഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇതേപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച സുദിനമായിരുന്നു. ഹിജറ വർഷം 61 സംഭവം നടക്കുന്നത്, വെള്ളിയാഴ്ച ദിവസം. അള്ളാഹു മഹാനുഭാവന്റെ ദറജ ഉയർത്തട്ടെ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പേരക്കിടാങ്ങളാണ്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതൃത്വമാണ് അവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹുമാ റൈഹാനതയ്യ, എന്റേതാകുന്ന റൈഹാൻ പുഷ്പമാണ് അവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് കുട്ടികളോട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു. അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. അവരത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ശരിക്കും ദുആ ചെയ്യാം. നല്ല സമയവും നല്ല സന്ദർഭവുമാണ്. 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലാൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഇന്ന് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ അറഫയിൽ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചതുപോലെ തന്നെ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ 70 പ്രാവശ്യം സാധിക്കുന്നവർ ചൊല്ലുന്നു. ആശുറാഇന്റെ സുദിനത്തിൽ പ്രത്യേകമായ നമസ്കാരമുണ്ടോ? അതില്ല. വേറെ എന്തെങ്കിലും പ്രത്യേകമായ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഇത്രയോളം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, അങ്ങനെ പരിശുദ്ധമായ ശറഇലില്ല. അതൊക്കെ മൗലൂആയ ഹദീസാണ്, പടച്ചുണ്ടാക്കപ്പെട്ട ഹദീസായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ നിസ്കാരം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഫർളായ നമസ്കാരങ്ങളും അറിയപ്പെട്ടിട്ടുള്ള നമുക്ക് ഓൾറെഡി ഉള്ളതാകുന്ന ളുഹാ നമസ്കാരവും തസ്ബീഹ് നിസ്കരിക്കാൻ സാധിക്കുന്നവരതും അങ്ങനെയുള്ള നമസ്കാരങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
أما الصلاة المعروفة ليلة الرغائب ونصف شعبان ويوم عشراء فبدعة قبيحة وأحاديثها موضوعة. ചില ദിവസങ്ങൾ ശഅബാൻ 15-നും അതുപോലെ ആശുറാഇന്റെ ദിവസമൊക്കെ പ്രത്യേകം ചില നമസ്കാരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതായ ചില ആളുകളുണ്ട്. അത് ഫബിദഅത്തുൻ ഖബീഹത്തുൻ, അത് വളരെ മോശപ്പെട്ടതാകുന്ന അമലുകളിൽപ്പെട്ടതാണ്. പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകമായ നമസ്കാരം ഈ ദിവസങ്ങളിലൊന്നുമില്ല. വഹദീസുഹാ മൗദൂഅത്തുൻ, ആ ഹദീസൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിർമ്മിതമാണ്, വ്യാജമാണ്, സ്വഹീഹായ ഹദീസുകളല്ല എന്നർത്ഥം. ഇത് ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മുടെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക, അനാഥകളെ സംരക്ഷിക്കുക, സ്വതക്ക ദാനധർമ്മങ്ങൾ ചെയ്യുക, ഏതെല്ലാം സുഹൃതങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കുമോ അങ്ങനത്തെ എല്ലാ നന്മകളിലും നമ്മൾ ഏർപ്പെടുക. ദിക്റും ഖുർആനോത്തും ഔറാദുകളിലുമൊക്കെയായി നിലകൊള്ളുക. പരിപൂർണമായ ഹറാമിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ നമ്മുടെ കണ്ണ്, കാത്, ശരീരത്തിന്റെ അവയവങ്ങളെ ശ്രദ്ധിക്കുക. നോമ്പ് വെച്ചിട്ടുണ്ട്, കുറെ 2 സിനിമ കണ്ടു കളയാം എന്ന് പറഞ്ഞുള്ള സിനിമയും കണ്ടുകൊണ്ടിരിക്കലല്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ട് സമയം കളയലല്ല, വാട്സാപ്പിൽ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയച്ചുകൊണ്ട് നിലകൊള്ളലല്ല. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതൊന്നും എല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നല്ല സൽബുദ്ധിയോടുകൂടി സൽപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇലാ ഹളറത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ലാ സിയമാ ഇലാ ഹളറത്തി മൻ നബൈനാഹും വഖസദിനാഹും الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ربي اغفر لي آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء حصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون
قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون يصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمر ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما وهم
لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون وسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ വ്യത്യസ്തമാകുന്ന മുറാദുകളുമായി നിലകൊള്ളുന്നുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. നൽകിയിട്ടുള്ളതിൽ പരിപൂർണമായി ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. ഉള്ള വീട് ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഐശ്വര്യ സമ്പൂർണമാക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങൾ ഹാഫിദീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ദറജ ഉയർത്തണേ റബ്ബേ. പ്രത്യേകിച്ച് സർവ്വ അംബിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, മുത്തുനബിയുടെ പേരപ്പെട്ട പ്രിയപ്പെട്ടതാകുന്ന പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സർവ്വ മഹത്തുക്കളിലേക്കും ഞങ്ങൾ ഓതിയതിന്റെ തത്തുല്യമായ പ്രതിഫലം ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവിടുത്തെ മദദിലും ഹിഫ്ളിലും ഹിമായത്തിലുമായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്തിന്റെ ഹിലാൽ ഉൾപ്പെടുത്തണേ റബ്ബേ. പരിശുദ്ധ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ പുണ്യമാക്കപ്പെട്ട മക്കയിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. മക്കയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ നാഥാ. നീ എത്തിക്കണേ അല്ലാ. നീ എത്തിക്കണേ അല്ലാ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന ഒരുപാട് അമാലുകൾ
ഞങ്ങളുടെ ശിഷ്ടകാല ജീവിതത്തിൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അസൂയാവഹമാകുന്ന ഒരുപാട് അമാലുകൾ ചെയ്തു വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന നന്മകളായി ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഹജ്ജിനും ഉംറയ്ക്കും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉംറയ്ക്ക് വേണ്ടി വിനീതനോടൊപ്പം യാത്ര തിരിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള രോഗങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. മക്കയൊന്ന് കാണാൻ, കാബയൊന്ന് ദർശിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, റുക്നുൽ യമാനി ഒന്ന് തൊട്ടുമുത്താൻ, കാബയെ തവാഫ് ചെയ്യാൻ, പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ, അല്ലാഹുവേ നല്ല രീതിയിൽ വയറ് നിറച്ചുകൊണ്ട് സംസം വെള്ളം കുടിക്കുവാൻ, പവിത്രമാക്കപ്പെട്ട കാബയുടെ വാതിൽക്കൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ, മുൽതസമിലേക്ക് നെഞ്ചകം ചേർത്ത് പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ, ഹിജ്ർ ഇസ്മായിൽ അകത്തളങ്ങളിൽ 2 റക്അത്തെങ്കിലും നമസ്കരിക്കാൻ, സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ, കാബയുടേതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് അതിന്റെ മൂലകൾ നിന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖൈറിന്റെ പ്രാർത്ഥനകൾ നടത്താൻ, സഫ എന്ന് കാണാൻ, മൻവ എന്ന് ദർശിക്കാൻ, അതിനിടയിൽ സഅയ് ചെയ്യാൻ, പരിശുദ്ധമായ മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കാൻ, മുത്തുനബി അടക്കമുള്ളതാകുന്ന സർവ്വമഹത്തുക്കളുടെ ഹദറത്തിലേക്ക് ചെല്ലുവാനും സ്വലാത്ത് ചൊല്ലി നിലകൊള്ളുവാനും മനോഹരമാകുന്ന സിയാറത്ത് നടത്താനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷമാകുന്ന മദീന പുൽകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സർവോപരി സദസ്സിൽ വന്നുകൊണ്ട് ഏതെല്ലാം വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എഴുതി പറഞ്ഞവരുണ്ടോ, മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ, അവരുടെ വിഷമങ്ങളും സങ്കീർണമാകുന്ന പ്രശ്നങ്ങൾക്ക് നീ അറുതി വരുത്തണേ അല്ലാഹ്. എല്ലാവരുടെയും നീയത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ഈ മുഹറം 10 സുദിനത്തിൽ എന്തെല്ലാം ഖൈറുകളാണ് മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാർക്ക് നൽകിയിട്ടുള്ളത്, ആ രീതിയിലുള്ള ഖൈറ് ബറകാത്തുകൾ ഞങ്ങൾക്ക് നീ ചൊരിയണേ അല്ലാഹ്. ഏതെല്ലാം ശുറൂറുകളുണ്ടോ പടച്ച റബ്ബേ, ആ സർവ്വ ശുറൂറുകളെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.